ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു അപ്ഡേഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏപ്രിൽ വരാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്യാമ്പയിൻ ഉണ്ട്, പൈസയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഗാ പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക മച്ചാമാരെ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ നടത്തുന്നുണ്ട്. അതുപോലെ 100 കോയിൻ്റെ ട്രിക്കും ഉണ്ട്. ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് നമ്മളത് വെക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100-200 മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. നോക്കി നോക്കാം നമുക്ക് മച്ചാമാരെ. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നടത്തിയ പോലെ തന്നെയാണ്. നമ്മുടെ ഗൈസ് എല്ലാവരും മച്ചാമാരെ ലൈക്ക് അടിക്കുന്നില്ല, ബാക്കിയുള്ളവർ കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് അടിക്കുന്നില്ല. അപ്പോൾ 1K ലൈക്കാണ്. നമുക്ക് 1000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഗിവ് അവേ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിലേക്കൊക്കെ ഒന്ന് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് അയച്ച് സെറ്റാക്കുക. 1K ലൈക്ക് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഗിവ് അവേ നടത്തുന്നതായിരിക്കും. അപ്പോൾ മച്ചാമാരെ എന്താ പറയുക, ഇന്നത്തെ വന്ന പാക്ക് നിങ്ങൾക്കറിയാം. നാഷണൽ എപ്പിക്കിൻ്റെ സ്നൈഡർ, കോളർ, ബെബേറ്റോ ഉണ്ട്. കോളർ സീനാണ്, ഹെഡറൊക്കെ ഞാൻ കൂടുതലും കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടത് കോളറാണ്. ഈ ഒരു കാർഡിൽ ബെസ്റ്റ് ആണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് എന്താ പറയുക, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് എടുക്കാം മച്ചാമാരെ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ആണ്. കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി പറഞ്ഞായിരുന്നു പാക്ക് ഓപ്പണിങ്ങിനെ പറ്റി. അപ്പോൾ എന്തായാലും വരുന്നത് നമ്മുടെ ക്യാമ്പയിനൊക്കെ ഉണ്ട്. ബ്ലൂ ലോക്ക് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ്. അപ്പോൾ ഞാനത് ഇതെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ചെയ്തത്. ഓക്കെ മച്ചാമാരെ, അപ്പം നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ 8600 കോയിനാണ് നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ എന്തായിരിക്കും ഈ ഒരു അക്കൗണ്ടിൻ്റെ അവസ്ഥ. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് അടക്കാം ഗൈസ്. അപ്പം ഞാൻ ആദ്യം തന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആദ്യം ഒരു 900 കൊടുക്കുകയാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം നമുക്ക് 900 കിട്ടുമെന്ന്. അയ്യോ ഗൈസ്, ഫസ്റ്റ് 900 പോയി. എന്താ പറയുക, കറങ്ങിയില്ല. നമുക്ക് നോക്കി നോക്കാം നമ്മുടെ സെക്കൻഡ് അക്കൗണ്ടിൻ്റെ ഇതിനകത്താട്ടോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ഇല്ല ഗൈസ്. എന്താ ഡെവിരിജ് എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്, സ്റ്റീഫൻ ഡെവിരിജ്. CB ആട്ടോ ഗൈസ്. 3887 പോയിട്ടുണ്ട്. അടുത്ത കോയിൻ കൊടുക്കാം ഗൈസ്. എൻ്റെ പൊറ്റോ പണി പാളോ എടോ. ബേസ് ഗൈസ്, ഇതും ബേസാണ്. 900 ആണ് പൊട്ടിക്കുന്നത്, 100 കോയിൻ അല്ല കേട്ടോ ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ ഈ ഒരു പാക്ക് 2 പാക്കാണ്. എടാ ഹൈലൈറ്റ് എടാ, പച്ച ഗൈസ്, പച്ച ആരാണ് ഗൈസ്. അപ്പം മിക്കവാറും നമുക്ക് നോക്കിയൊക്കെ പോയി. ക്രിസ്ത്യാനോ ഒലിവറ എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് കിട്ടിയത് ഗൈസ്. നമ്മുടെ പയ്യൻസ് പറഞ്ഞത് സ്നൈഡറിനെ കോളറിനെ കിട്ടിയാൽ നല്ലായിരുന്നു പറഞ്ഞു. നമുക്ക് എന്തായാലും നോക്കാം. അടുത്ത കൊടുത്തിട്ടുണ്ട്. ബേസ് കാർഡാണ് ഗൈസ്. എൻ്റെ പൊന്നു, കൊനാമി നല്ലോണം വന്ന് പണിയാക്കുന്നുണ്ട് ഗൈസ്. നല്ല കോയിൻ എടുക്കുന്നുണ്ട് മച്ചാമാരെ. എന്താ വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ അത്യാവശ്യം കോയിൻ പൊട്ടിക്കുന്നതാണ്. അപ്പൊ ചില സമയത്തൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമുക്ക് തന്നത്. വാൻഡിജിക്ക് ഗൈസ് 5 സ്റ്റാർ. നമുക്ക് എന്തായാലും ഈ ഒരു 900 കൊടുത്തു നോക്കാം. 1187 എടോ ബേസ് ഗൈസ്. ബേസ് കാർഡാണല്ലോ മൊത്തം പണി പാളുമോ? ഇല്ല നമുക്ക് നോക്കാം ഗൈസ്. അത്യാവശ്യം കോയിനും ഉണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ഇതിൽ ഹൈലൈറ്റ് ആണോ ഗൈസ്? അല്ല, പച്ചയല്ല. ട്രെൻഡിയോൺ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് മച്ചാമാരെ. നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. 1000 ലൈക്കാണ് ടാർഗറ്റ്. ഡേവിഡ്സൺ എന്ന് പറഞ്ഞൊരു പ്ലെയറിനാണ് മച്ചാമാരെ കിട്ടിയ CB. ഇത് പണിയാവും. ചെക്കൻ്റെ അക്കൗണ്ട് നമുക്ക് എന്തായാലും നോക്കാം. 900 ഉണ്ട്. അത്യാവശ്യം ചെക്കൻ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എടോ ഇത് ബേസ് കാർഡോ എൻ്റെ മച്ചാമാരെ ഗൈസ്. പയ്യൻസ് സ്നൈഡർ അല്ല ബെബോറ്റ്. നമുക്ക് സ്നൈഡർ ആയാലും കിട്ടിയാലും കുഴപ്പമില്ല മച്ചാമാരെ. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കിട്ടുന്നത് ഇത് ഹൈലൈറ്റ് അല്ലടാ. ഇതാരാണ്? ലോക്കോയോ, മാനുവൽ ലൊക്കാടെലി എന്നൊക്കെ പറഞ്ഞ പ്ലെയറിനാണ് കിട്ടിയത് ഗൈസ്. അടുത്ത നമ്മളിത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. എന്തായാലും നമുക്ക് ഈ ഒരു 900 കൂടെ കൊടുത്തു നോക്കാം. നമുക്ക് 5000. എടോ പണി പാളിയോ ഗൈസ്. ഗൈസ് നല്ലൊരു കോയിൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാക്കിന് വേണ്ടി. നമുക്ക് നോക്കി നോക്കാം. ഇംഗ്ലീഷ് ലീഗ് ചെക്കൻ്റെ അക്കൗണ്ട് എടുത്തു. നല്ലൊരു കോയിൻ ഉണ്ട്. പിക്ഫോർഡാണ്, ജോർദൻ പിക്ഫോർഡ്. എൻ്റെ പൊന്നു, ഇത്രയും കോയിൻ കൊടുത്തിട്ട് കൊനാമി ഒരു എപ്പിക് കോയിൻ ലാസ്റ്റിങ്ങിൽ തരുമോ ഗൈസ്? ഇത് നമുക്ക് അടിച്ചു നോക്കാം. എപ്പിക് അടിച്ചു. എപ്പിക് ഇതടിച്ചു ഗൈസ്, ഇതടിച്ചു ഗൈസ്. അടുത്ത വല്ല ബ്ലാക്ക് ആനിമേഷൻ ആണെങ്കിൽ എനിക്ക് ഹാപ്പിയോ. കാരണം പറഞ്ഞിട്ട് ചെക്കൻ അടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കുടുങ്ങി ഗൈസ്. എന്താ പറയാ, കോളറാന്ന് തോന്നുന്നു. റെഡാണ് കാണുന്നത്. നമുക്ക് നോക്കിയോ. അതെ, കോളറാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇതിലെ ട്രയൽ കിട്ടി ഗൈസ്. കൊനാമി തന്നു. എൻ്റെ പൊന്നു, അടുത്ത ബ്ലാക്ക് ആനിമേഷൻ അങ്ങനെ വേണമെങ്കിൽ പൊളിക്കും. നമുക്ക് നോക്കാട്ടോ. ഒരു ടാർഗറ്റ് കിട്ടി. ഹെഡിങ് ആണ് കേട്ടോ ഗൈസ്. കോളർ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, പൊളിച്ചു. ഇത് പൊളിച്ചു. കോളറിന് കിട്ടി. ജാൻ കോളറാണ്, ഡബിൾ ബൂസ്റ്ററാണ്, CF. ഇനി അടുത്ത നമുക്ക് എന്താ പറയുക 4187 കോയിൻ ഉണ്ട് മച്ചാമാരെ. അടുത്തൊരു ബ്ലാക്ക് ആനിമേഷൻ അടിച്ച് കഴിഞ്ഞാൽ 2 പ്ലെയറിനെ തൂക്കി ഗൈസ്. അടുത്ത കൊടുത്തിട്ടുണ്ട്. 80 പ്ലേയേഴ്സ് ആണ്. ഓടോ ഇത് പച്ചയാണെന്ന് ഗൈസ്. ഹൈലൈറ്റ് ഗൈസ്, ഇത് ഹൈലൈറ്റ് ആണ്. അപ്പൊ അടുത്ത മിക്കവാറും
എപ്പിക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. നല്ല വാലിൽ വരുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ആണ് ഗൈസ്. നമുക്ക് നോക്കാം ആരാണ് തൊട്ടടുത്തുള്ള ഏതോ പ്ലെയറാണ്. സ്മോഡിവിക്കോ അങ്ങനത്തെ പ്ലെയറാണ് ഗൈസ്. മച്ചാൻ അത്യാവശ്യം നല്ല പാക്ക് പൊട്ടിക്കുന്നതാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്കാണ് തന്നത്. കാരണം ഓൾറെഡി ബ്രോ എടുത്ത് തന്നാൽ മതി എന്നേ പറഞ്ഞുള്ളൂ. 900 അടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. പൊളിച്ചു ഇത് പൊളിച്ചു ഗൈസ്. കിട്ടിയിട്ടുണ്ട്. കിട്ടി ഗൈസ്. അപ്പോൾ 2 ടാർഗറ്റ് ആണ് പയ്യൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മളെ 2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് മഞ്ഞയാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ബെബേറ്റോ ആയിരിക്കും. അപ്പൊ ബെബേറ്റോയും കോളറിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്നൈഡർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഈ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും കിട്ടിയല്ലോ. എത്രയും പാക്ക് ഓപ്പണിങ് നടത്തിയിട്ട്. കാരണം ഇത്രയും കോയിൻ ആയതുകൊണ്ടാണ് ഗൈസ് നമുക്ക്. എന്നാലും കിട്ടി. 2 കിട്ടി ഗൈസ്. അത്യാവശ്യം നല്ല കോയിൻ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ബാക്കി എത്ര കോയിൻ ഉണ്ടെന്ന്. ഡബിൾ ബൂസ്റ്ററാണ്. അപ്പൊ മച്ചാമാരെ എന്തായാലും നമ്മൾ 2 ഇത് കൊടുത്തിട്ടുണ്ട്. സ്പൈൻസിന് ഇപ്പൊ ബാക്കി കോയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ 3287 കോയിൻ ഉണ്ട്. അല്ല 2387 കോയിൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് കോയിൻ ബാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് ഇത് പൊളിച്ചു. ചെക്കൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഹാപ്പി ഉണ്ട്. കാരണം നമ്മുടെ അടുത്ത് പാക്ക് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി നല്ല കോയിൻ പൊട്ടിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ബെയിലൊക്കെ അവന് കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വരാൻ പോണ ചെറിയൊരു ക്യാമ്പയിന്റെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എനിക്ക് തോന്നുന്നത് 1 പീസ് പാക്ക് എന്ന് പറഞ്ഞ് മങ്കി ഡി ലൂഫി എന്ന് പറഞ്ഞിട്ട് ഈ ഫുട്ബോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സംഭവം ഇത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എനിക്കൊരു അതായത് ഗൈസ് അനിമയൊക്കെ കേട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് പാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം ചൈനീസിലൊക്കെ ഓൾറെഡി ഇത് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഗൈസ് ഓൾറെഡി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ മെസ്സിയുടെ ഒരു കാർഡ്. ചിലപ്പോൾ ഇവരിനി അടുത്ത ക്യാമ്പയിൻ ഇതാണോ കൊണ്ടുവരുന്നതിന് കാര്യം ഡൗട്ടുണ്ട്. കാരണം ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇതിന്റെ ആഡൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മുടെ മുസേലയുടെ ഒരു നമ്മുടെ മുസേലയുടെ ഒരു മൊമെന്റം ട്രിബിളിങ് ഷോർട്ട് ടൈം പാക്ക് ഉണ്ട് ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവര് ഫ്രീ ആയിട്ട് തരുമോന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം നമുക്ക് രാഷ്ട്രീയൊക്കെ തന്ന പോലെ ചിലപ്പോൾ ഈ ഒരു പാക്ക് ഫ്രീ ആയിരിക്കും എല്ലാ യൂസേഴ്സിനും. നമുക്ക് അപ്ഡേറ്റ് വരാൻ പോകുള്ളൂ. അപ്പോൾ 2-3 GB ഒക്കെ അവർ കൊണ്ടുപോകുന്ന കേട്ടെ അപ്ഡേറ്റിന്. എന്തായാലും കൊനാമി കൊണ്ടുപോകുന്ന കേട്ടെ ഗൈസ്. പക്ഷെ എന്തായാലും നമുക്ക് നല്ല പാക്കുകൾ തന്നാൽ മതി ഗൈസ്. അപ്പം ഞാൻ നമ്മുടെ 100 പോയിന്റ് ട്രിക്ക് ചെയ്യാൻ പോകണം. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഫോർമേഷൻ ഇടുക. ഞാൻ നമ്മുടെ പണ്ടത്തെ ഇതാണ് ഇട്ട് എല്ലാ പൊസിഷനും റിലീസ് ചെയ്ത് കളഞ്ഞ് 4-1-2-3 ആണ് ഫോർമേഷൻ ഇട്ടിരിക്കുന്നത്. ഉറപ്പായിട്ട് മച്ചാനെ എന്താ പറയുക, നിങ്ങൾക്ക് അത്യാവശ്യം അതായത് 500 കോയിനൊക്കെ ഉണ്ടെങ്കിൽ 100-200 കോയിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ കൂടുതൽ ആരും കൊടുക്കണ്ട. കാരണം വന്നിരിക്കുന്ന പാക്കിൽ ബേബേറ്റോ അത്യാവശ്യം നല്ല ഹെഡർ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇത് ട്രൈ ചെയ്യുന്നത്. കാരണം നമുക്ക് നോക്കാം, ഓരോ അക്കൗണ്ടിലും ഓരോ പ്രൊബിലിറ്റി ആയിരിക്കും. അപ്പൊ എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. നമുക്ക് എന്തായാലും നോക്കാം, നമുക്ക് ട്രിക്ക് നോക്കാം ഗൈസ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് 100-200 മാത്രം ചെയ്യട്ടോ മച്ചാൻ. നിങ്ങൾ എല്ലാവരും ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗിവ് വേന്റെ ഒരു റൂൾസ് എന്താ വെച്ചാൽ 1K ലൈക്കാണ്. 2 പേർക്ക് 89 രൂപേന്റെ നമ്മുടെ റിഡീം കോഡും, ഒരാൾക്ക് നമ്മുടെ 50 രൂപേന്റെ നമ്മുടെ പെപ്പിന്റെ ഒരു പാക്കും എടുത്തു കൊടുക്കും ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം, ആരും സ്കിപ്പ് ചെയ്ത് ഗൈസ്. കാരണം എവിടെയെങ്കിലും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് പോകാണ്ടായി കഴിഞ്ഞാൽ എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ചാൻസ് ആണ് നഷ്ടമാവുക ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മളിത് ജസ്റ്റ് എന്താ പറയാ വേറെ ഒന്നുമല്ല, നമ്മുടെ അതേ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ട്രിക്കും കൂടെ ചെയ്തിടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം 100-200 മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ചിലപ്പോൾ എന്താ വെച്ചാൽ ചിലവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം 100 കോയിന് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവർ ചിലപ്പോൾ 200-300 കിട്ടിയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ നിങ്ങൾ കണ്ടവരുണ്ട് ഉറപ്പായിട്ടും. ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അതുപോലെ ഈ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കാൻ വെച്ചാൽ ഞാൻ ഇത് പുതിയതായിട്ട് ട്രിക്കാണ്. 100 കോയിൻ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കാരണം പലപ്പോഴായാലും എനിക്ക് ഡെന്നിസിനും MSNനും അങ്ങനെയുള്ള പാക്കുകളൊക്കെ എനിക്ക് കിട്ടിയത് ഈ ഒരു പാക്ക് കൊണ്ടാണ്. പിന്നെ ഓരോ അക്കൗണ്ടിന്റെ ആയിരിക്കും വ്യത്യാസം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൊബോണിറ്റി കൂട്ടിയുള്ള ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ട്രിക്കാണ്. അപ്പൊ എന്തായാലും എനിക്ക് ഹാപ്പി ആയത് നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ചെക്കന് 2 എടുത്തു കൊടുത്തല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ വിചാരിച്ചു 900 ഒക്കെ വെച്ച് 3-4 പ്രാവശ്യം പോയി, എന്നിട്ട് പോരാതെ അത്രയും കോയിൻ കൊണ്ടായിട്ട് ഒരു തന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആനിമേഷൻ എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പി ആവും. പക്ഷെ അതില്ല കേട്ടോ. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബെബേറ്റോയും എന്താ പറയാ കോളറിനും കിട്ടിയില്ല. അത് തന്നെ മതി, വേറെ അത്യാഗ്രഹം ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചില്ലെങ്കിലും മുഴുവൻ കോയിൻ കൊനാമി കൊണ്ടായിട്ടിരുന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നും ഈ ഒരു ഓൾറെഡി ഈ ഒരു അക്കൗണ്ടിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയാ MSN ഒക്കെ പയ്യൻസ് അത്യാവശ്യം നല്ലൊരു കോയിൻ പൊട്ടിച്ചിട്ട് എന്താ പറയാ കുറെ ലാസ്റ്റ് വൈപ്പോട്ടിലൊക്കെ കിട്ടിയവരുണ്ട്. പിന്നെ അപ്പൊ എന്തായാലും അത്യാവശ്യം കോയിൻ പൊട്ടിക്കുന്ന ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ നിന്നാണ് നമുക്കിത് കിട്ടിയത്. അപ്പൊ എന്തായാലും ഗൈസ് ഇനിയിപ്പോൾ നമുക്കും നമ്മുടെ അക്കൗണ്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. കാരണം അത്യാവശ്യം റെഡീം കോഡ് ആപ്പുകളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി, പക്ഷെ അതൊക്കെ ഫേക്ക് ആണ്. കാരണം ഇത്ര നല്ല അക്കൗണ്ടുകൾ ചിലപ്പോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ പണി പാടും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളിലേക്ക് ആ ഒരു
ഇൻഫർമേഷൻ ഒന്നും എത്തിക്കാതെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ചോദിച്ചായിരുന്നു റിഡീം കോഡ് ആപ്പിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുമോ. അപ്പോൾ OTP വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്, ഫോൺ നമ്പറൊക്കെ കൊടുത്ത്. അപ്പോൾ അതൊക്കെ അത്ര റിസ്കി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് എന്താ പറയുക, ആപ്പുകൾ നല്ല എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. ഗൈസ് 100 പോയി കൊടുക്കുകയാണ്. റെക്കോർഡിംഗ് ആണ് വീഡിയോ നമ്മുടെ ഇതിൽ. ഗൈസ് നോക്കട്ടെ. എടോ ഗൈസ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ ഇല്ല, ഉള്ളിൽ മഞ്ഞൊന്നുമില്ല. എന്നാലും സാരല്ല ഗൈസ്, 100 കോയിനാണ് കൊടുത്തത്. കൊനാമി കൊണ്ടായിക്കോട്ടെ. നമുക്ക് കിട്ടിയത് ആരാണ്? ഡയറോ ഗൈസ്. ഡയർ എന്ന് പറഞ്ഞൊരു CB പ്ലെയറാണ് നമ്മുടെ ബയോന്റെ, എറിക് ഡയർ ആണ് മച്ചാമാരെ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഗിവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1K ലൈക്കാണ്ടാറിട്ട് എല്ലാവരും ഉഷാറാക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെഗാ പാക്ക് ഓപ്പണിംഗ് ഒരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും മച്ചാമാരെ. ഇന്നലെ 8 മണിക്കൊക്കെ രാത്രി ഇവിടെ ഇടിയും മഴയൊക്കെ ആയിരുന്നു, അതാണ് നമ്മൾ ലൈവ് വെക്കാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ലൈവിൽ വരുന്നതായിരിക്കും രാത്രി 8 മണിക്ക്. അപ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിൽ കാണുന്നതായിരിക്കും. പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കോയിൻ ട്രിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും അത് അറിയുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.